നിയമമണ്ഡലത്തിൽ ബി.ജെ.പി കണക്കിൽപ്പെടാത്ത പണം എത്തിക്കുന്നുവെന്ന് പരാതി. സംശയാസ്പദമായ കെട്ടുകൾ വിവിധ തപാൽ സ്ഥാപനങ്ങൾ വഴി ബി.ജെ.പി ഓഫീസുകളിൽ എത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് LDF പരാതി നൽകിയിരിക്കുകയാണ്. മണ്ഡലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെന്നും പണം എത്തിക്കാൻ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ടെന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഗോപാൽ ശീലാസനലാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ഗോപാൽ, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? വിനീത, നേരത്തെ തന്നെ LDF ഉയർത്തിയ ആരോപണമാണ്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടി ഉയർത്തിയ ആരോപണമാണ്. നേമം മണ്ഡലത്തിൽ വ്യാപകമായി BJP കള്ളപ്പണം ഒഴുക്കുന്നുവെന്നും അത് പ്രതിരോധിക്കേണ്ടതായിട്ടുള്ളതാണ് എന്നും അതിനെ രേഖാമൂലം ഒരു പരാതിയായി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കാണ് LDFിൻ്റെ നേമം മണ്ഡലത്തിലെ ചീഫ് ഇലക്ഷൻ ഏജന്റായിട്ടുള്ള വ്യക്തി ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്ന. പരാതിയിൽ പറയുന്നത് BJP ഓഫീസുകളിലേക്ക് വിവിധ തപാൽ മാർഗവും കൊറിയർ ഏജൻസികളും വഴിയും നിരവധി കെട്ടുകളാണ് വരുന്നത്. ആ കെട്ടുകൾക്കുള്ളിൽ കണക്കിൽപ്പെടാത്ത കള്ളപ്പണമാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നു. ഈ പണം നേമം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും അവിടുത്തെ വോട്ടർമാരെയും സ്വാധീനിക്കാൻ വേണ്ടിയാണ് നിലവിൽ BJP ഉപയോഗിക്കുന്നത് എന്നും അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ ഉടനീളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ വാഹനങ്ങളിലാണ് പണം എത്തിക്കുന്നതെന്നും അത് പരിശോധിക്കാൻ വേണ്ടി പ്രത്യേക ഫ്ലൈയിങ് സ്ക്വാഡുകളെയും സ്റ്റാറ്റിക് സ്പെഷ്യൽ ടീമുകളെയും ചുമതലപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഈ പരാതിയിൽ പറയുന്നത്. ശരി, ഗോപാൽ ശീലാസനൻ വിശദാംശങ്ങൾ.